മദ്യത്തിനും കഞ്ചാവിനും MDMAയ്ക്കും അപ്പുറം ഇടുക്കിയിലെ മലയോര മേഖലകളെ വിഴുങ്ങാൻ പുതിയൊരു മാരക ലഹരി മാഫിയ കൂടി പിടിമുറുക്കുന്നു. ക്യാൻസർ ബാധിതർക്ക് കീമോതെറാപ്പിക്ക് ശേഷം കടുത്ത വേദന സംഹാരിയായി ഡോക്ടർമാർ അതീവ ജാഗ്രതയോടെ കുറിച്ചു നൽകുന്ന തീവ്ര വേദന സംഹാരി ഗുളികകൾ വലിയ തോതിൽ വാങ്ങി ശരീരത്തിൽ കുത്തിവെച്ച് ലഹരി കണ്ടെത്തിയ 3 യുവാക്കളാണ് ഇപ്പോൾ ഇടുക്കിയിൽ പോലീസിന്റെ വലയിലായിരിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം നെടുങ്കണ്ടത്ത് നടത്തിയ ഓപ്പറേഷൻ തൂഫാൻ എന്ന മിന്നൽ പരിശോധനയിലാണ് ഈ ചോരയറുക്കുന്ന ലഹരിവേട്ട നടന്നത്. നെടുങ്കണ്ടം സ്വദേശികളായ പുതുകിൽ പ്രാഞ്ചി എന്ന ഫ്രാൻസിസ്, ചിറക്കുന്നേൽ അൻസിൽ, കഞ്ചാവുമായി പിടിയിലായ മഞ്ഞപ്പാറ മന്നിക്കൽ ജസ്മിൻ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായ മൂവർ സംഘം. കഴിഞ്ഞ രാത്രി നെടുങ്കണ്ടം ഉമ്മാക്കട ഭാഗത്ത് റോഡരികിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ നിൽക്കുകയായിരുന്ന ഫ്രാൻസിലിനെയും അൻസിലിനെയും നെടുങ്കണ്ടം സബ് ഇൻസ്പെക്ടർ ലിജോ പി മണിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വളയുകയായിരുന്നു. യുവാക്കളുടെ കയ്യിലെ കവറിൽ നിറയെ മാരക മരുന്നുകളും ഇൻസുലിൻ സിറിഞ്ചുകളും പ്ലാസ്റ്റിക് കുപ്പിയിൽ കപ്പളത്തിന്റെ തണ്ട് ഘടിപ്പിച്ച വിചിത്രമായ ലഹരി ഉപകരണങ്ങളും ഉണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിലെത്തിച്ച് ഇവരെ 3-ാം മുറയിൽ ചോദ്യം ചെയ്തപ്പോഴാണ് ഞെട്ടിക്കുന്ന ലഹരി രീതികൾ പുറത്തു വന്നത്. ക്യാൻസർ രോഗികൾക്ക് നൽകുന്ന ടാപെൻഡാഡോൾ 100 മില്ലിഗ്രാം എന്ന അതീവ മാരകമായ ഗുളികയാണ് ഇവരുടെ പ്രധാന ലഹരി വസ്തു. ഈ ഗുളികകൾ വെള്ളത്തിൽ പ്രത്യേക അനുപാതത്തിൽ ലയിപ്പിച്ച ശേഷം വേദന ഒട്ടും അറിയാത്ത ഇൻസുലിൻ സിറിഞ്ചുകൾ ഉപയോഗിച്ച് ഇവർ നേരിട്ട് രക്തധമനികളിലേക്ക് കുത്തിവയ്ക്കും. ഇതിന് പിന്നാലെ കഞ്ചാവ് നിറച്ച സിഗരറ്റോ ബീഡിയോ പുകയ്ക്കും. കുപ്പിയിൽ പപ്പായത്തണ്ട് ഘടിപ്പിച്ചുണ്ടാക്കിയ ഹോം മെയ്ഡ് ഉപകരണം വഴി കഞ്ചാവ് പുക വലിച്ചു കയറ്റുന്നതാണ് ഇവരുടെ രീതി. ഇങ്ങനെ ചെയ്താൽ 2 ദിവസത്തോളം ബോധമില്ലാത്ത കടുത്ത ലഹരിയിൽ തുടരാനാകുമെന്നാണ് ഈ യുവാക്കൾ പോലീസിനോട് വിളിച്ചു പറഞ്ഞത്. ഒരു കുറിപ്പടിയുമില്ലാതെ ക്യാൻസർ രോഗികളുടെ മാരക മരുന്നുകൾ ഈ യുവാക്കൾക്ക് എങ്ങനെ കിട്ടി എന്ന അന്വേഷണത്തിലാണ് ഇടുക്കിയിലെ മെഡിക്കൽ സ്റ്റോറുകളുടെ കറുത്ത ബിസിനസ് പുറത്തു വന്നത്. കട്ടപ്പനയിലുള്ള ക്യാപ്സ്യൂൾ എന്ന മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണ് ഇവർ വലിയ തോതിൽ ഈ ഗുളികകൾ വാങ്ങിക്കൂട്ടിയത്. തങ്ങൾക്ക് ഈ മരുന്ന് വാങ്ങാൻ വേണ്ടി 22,000 രൂപ തന്നുവിട്ടത് ദിവാകരൻ എന്നയാളാണെന്ന് പ്രതികൾ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. ഇതോടെ ലഹരി മാഫിയയുടെ തലവനായ ദിവാകരനെ പൊക്കാൻ പോലീസ് വല വിരിച്ചു കഴിഞ്ഞു. വൻതുക ലാഭം കൊതിച്ച് കുറിപ്പടിയില്ലാതെ മാരക മരുന്നുകൾ ലഹരി സംഘങ്ങൾക്ക് വിറ്റ കട്ടപ്പനയിലെ ക്യാപ്സ്യൂൾ മെഡിക്കൽ സ്റ്റോറിനെതിരെയും ഡ്രഗ്സ് കൺട്രോൾ വിഭാഗത്തെ കൂട്ടുപിടിച്ച് കടുത്ത നടപടിക്ക് പോലീസ് ഒരുങ്ങുകയാണ്. ഇതിനിടയിലാണ് കഞ്ചാവുമായി മഞ്ഞപ്പാറയിൽ നിന്ന് ജസ്മിൻ എന്ന യുവാവിനെ പോലീസ് പൊക്കിയത്. ഇയാൾക്കും ഈ വേദന സംഹാരി മാഫിയയുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. നെടുങ്കണ്ടം കട്ടപ്പന മേഖലകളിലെ കൂടുതൽ കോളേജ് വിദ്യാർത്ഥികളും യുവാക്കളും ഈ മാരക കുത്തിവെപ്പ് ലഹരിക്ക് അടിമപ്പെട്ടിട്ടുണ്ടെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന് ലഭിക്കുന്ന വിവരം. മയക്കുമരുന്ന് മാഫിയയുടെ പുതിയ താവളങ്ങളെയും വമ്പൻ സ്രാവുകളെയും കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നാണ് സൂചന.